നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. തിരുവചന പുസ്തകത്തെ തുറന്ന് മാർക്കോസിൻ്റെ സുവിശേഷം, ബൈബിളുള്ള എല്ലാ ദൈവമക്കളും ബൈബിളെടുത്ത് മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്കെല്ലാം സുപരിചിതവും ഒത്തിരി വ്യാഖ്യാനങ്ങൾ വേണ്ടാത്തതുമായ ഒരു തിരുവചന ഭാഗമാണ് വായിക്കാനിടയായത്. നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഇങ്ങനൊരു അവസരം കർത്താവ് തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. KK രഞ്ജിത്ത് പാസ്റ്റർക്കായി, കുടുംബത്തിനായി, ഈ ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ, എൽഡേഴ്സ് എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളോട് ഒന്നിച്ച് ഇന്ന് പകലും രാത്രിയിലുമായിരിക്കാൻ കർത്താവ് ഇങ്ങനെ സാവകാശം ഒരുക്കുന്നല്ലോ. ഞാൻ ഈ കാലങ്ങളിൽ കൂടുതൽ ലേഖനങ്ങളിൽ നിന്നാണ് പ്രസംഗിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് കർത്തൃദാസൻ പറഞ്ഞപ്പം തൊട്ട് എൻ്റെ മനസ്സിൽ എന്താ സംസാരിക്കണ്ടേ. ഈ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ ഞാനും 17-ാം വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം 40 വയസ്സായി. 17-ാം വയസ്സിലാണ് ബൈസ്കൂളിലോട്ട് പോയത്. അന്ന് തൊട്ട് ബൈസ്കൂളിൽ പോകുമ്പോൾ തൊട്ട് ഒരു പ്രാസംഗികൻ എന്നുള്ള ചിന്ത, അവിടെ ചെന്നാലും ഒരു ചില സമയം എന്ത് ചെയ്യും, തരും. അങ്ങനെ പ്രസംഗിച്ച് തുടങ്ങി, അല്ലാതെ വലിയ പ്രാസംഗികനായിട്ടല്ല. അപ്പോൾ ഈ സന്ദേശങ്ങളൊക്കെ അകത്തുണ്ടെങ്കിലും കുറച്ച് നാളുകളായി കർത്താവ് എന്നെ ഇച്ചിരി വ്യത്യസ്തമായിട്ട് കൊണ്ടുപോകുന്നു. സന്ദേശത്തിനപ്പുറം ഈ ദൈവസാന്നിധ്യം വെളിപ്പെടുക, അതാണ് വലിയ കാര്യമെന്ന് പറയുന്നത്. ഒരു സമയത്ത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു 10-100 വാക്യങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ട് ആയിൽ തുടങ്ങി ആയിൽ അവസാനിപ്പിക്കണം, ദൈവമക്കൾ മനസ്സിലാകാത്ത രീതിയിലൊക്കെ എന്തു ചെയ്യണം, പറയണമെന്നുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല. കാര്യം ഉണ്ടായിരുന്നേ എന്നേ കേരളം പിടിച്ചേനെ, എന്നേ ഇന്ത്യ പിടിച്ചേനെ. നമ്മുടെ മലയാളികളുടെ അത്രയും ഞാൻ തിരുവചനം പഠിപ്പിക്കുന്ന ഒരാളൂടെ, ഞാൻ ചിലപ്പം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയും, കർത്താവ് പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ എന്തു ചെയ്യുന്നുണ്ട്. കർത്താവ് പോലും, ദൈവം പോലും എന്തിട്ടില്ല, അങ്ങനൊന്നും എന്തിട്ടില്ല, ഉദ്ദേശിച്ച് കാണത്തില്ല. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ എന്തു ചെയ്യുന്നു, തയ്യാറാക്കുന്നു. ഈ സാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ നമ്മൾ പരമാർത്ഥമായിട്ട് അങ്ങ് നിൽക്കുക, പരമാർത്ഥമായിട്ട് നിൽക്കുക. ഈ ദൈവദാസന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ നിന്ന് സന്ദേശം പറഞ്ഞ് മുന്നോട്ട് പോവുക. നല്ലൊരു അന്തരീക്ഷം തന്നെയുണ്ട്. ഞാൻ രാവിലെ വന്നപ്പം തൊട്ട് ആ സഭയുടെ ദൈവ അന്തരീക്ഷം എനിക്കും അനുഭവിക്കാനിടയായി. കർത്താവ് നിങ്ങളെ എല്ലാം തൊടും, പരിശുദ്ധാത്മാവ് സ്പർശിക്കും. തീർച്ചയായിട്ടും ഈ ഒന്നും മിടുക്കനാകാൻ വേണ്ടി ഒരു വാക്ക് കള്ളം പറഞ്ഞാൽ, പ്രസംഗപീഠത്തിലെ കാര്യം പറഞ്ഞ് ദൈവസാന്നിധ്യം ചലിക്കത്തില്ല. രഞ്ജിത്ത് പാസ്റ്റർ ഒരു അനുഭവം എൻ്റെ അനുഭവമാക്കി പറഞ്ഞാലും ദൈവസാന്നിധ്യം എന്ത് ചെയ്യത്തില്ല, ചലിക്കത്തില്ല. നമ്മൾ കള്ളം പറഞ്ഞുള്ള മഹത്വം ദൈവത്തിന് വേണ്ട. നമ്മുടെ ദൈവം മഹത്വവാനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കഴിവുകേട് കണ്ടു, നമ്മുടെ മിടുക്ക് കുറവ് കണ്ടു, നമ്മുടെ പോരായ്മ കണ്ടുമാ ദൈവം നമ്മളെ വിളിച്ചത്. ദൈവദാസന്മാരെ, കർത്തൃദാസന്മാർ ഒത്തിരി പേരുണ്ടല്ലോ. ദൈവം നമ്മളെ വിളിച്ചതിന് പുറകിൽ ശക്തമായൊരു ഉദ്ദേശമുണ്ട്, ശക്തമായൊരു പദ്ധതിയുണ്ട്. അത് അതിൻ്റെ മണ്ഡലത്തിൽ ദൈവം വെളിപ്പെടുത്തി തരാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഇന്ന് പകലും ചില വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ അകത്ത് കത്തുമ്പോൾ തന്നെ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ അസാധാരണ മണ്ഡലത്തിലോട്ട് കർത്താവ് നമ്മളെ മാറ്റാൻ എന്തു ചെയ്യും, ഇടയായിത്തീരും. ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ഇതിനകത്തെ ദൂതെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ പറയുക, എൻ്റെ പുറകെ വരുന്നവൻ എന്ന് പറഞ്ഞാൽ പുതിയ നിയമ വെളിപ്പാടനുസരിച്ച്
നമ്മുടെ അകത്തുള്ള കർത്താവ് വലിയവനാണ്. ഞാൻ ഈ എൻ്റെ സന്ദേശത്തിൻ്റെ ആ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ആ ഭാഗം നിങ്ങളുടെ ഉള്ളിലോട്ട് തരും. അതേ ഉള്ളൂ ദൂത്. ഒന്ന്, കർത്താവ് വലിയവനാണ്. യേശു വലിയവനാണ്. ആ വെളിപ്പാട് യോഹന്നാൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ ഉപവാസപ്രാർത്ഥനയുടെ 10-ാം ദിവസം നമ്മുടെ അകത്ത് വരേണ്ടത്, നമ്മൾ സേവിക്കുന്ന ദൈവം വലിയവനാണ്. നമ്മുടെ കർത്താവ് വലിയവനാണ്. 2, ഞാൻ യോഗ്യനല്ല. ഞാൻ യോഗ്യനല്ല. കണ്ടോ, രണ്ടാമത്തെ വെളിപ്പാടാ. ഞാൻ പലപ്പോഴും തടസ്സം ദേശത്തിൻ്റെ വെല്ലുവിളിയല്ല, അന്ധകാര മണ്ഡലമല്ല, എന്നിലൊരു ഞാനുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, 17-ാം വയസ്സിൽ ഇറങ്ങി 40-ാം വയസ്സായി. അപ്പോൾ ഇതിനകത്തൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒന്ന് സന്തോഷിക്കാനുള്ള എന്തൊക്കെയോ ഉണ്ട്. എത്ര പേർക്ക് മനസ്സിലാവുന്നു? ഒന്ന് ആനന്ദിക്കാനുള്ള വിടുതൽ എവിടൊക്കെയോ ദൈവം എന്തിട്ടുണ്ട്. ഞാൻ ഉയരുമ്പം ദൈവപ്രവൃത്തി എന്ത് ചെയ്യുക? 2, ഞാൻ യോഗ്യനല്ല. എല്ലാ ദൈവമക്കളും ചേർന്ന് പറ, ഞാൻ എന്തല്ല? യോഗ്യനല്ല. 3, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. ഈ 3 വെളിപ്പാട് ഇന്ന് സിമ്പിളായിട്ടാണ് ഈ വചനം അതുപോലെ എഴുതിയേക്ക്. യോഹന്നാന് കിട്ടിയ വെളിപ്പാടാണ് തന്നെ അസാധാരണ മണ്ഡലത്തിലോട്ട് എന്ത് ചെയ്തത്? മാറ്റുവാനിടയ. ഈ നമ്മുടെ അകത്തോട്ടൊരു ചിന്ത വരണം. ഈ ചിലപ്പോൾ നമ്മൾ ഈ ചില ദൈവദാസന്മാരുടെ ചില ദൂതുകൾ, ഞാൻ രഞ്ജിത്ത് പാസ ഇരുത്തിക്കൊണ്ട് ദൈവദാസൻ ഓർക്കുന്നോന്ന് അറിയത്തില്ല, എൻ്റെ പ്രാരംഭ ശുശ്രൂഷ മണ്ഡലങ്ങൾ പാലയിലായിരുന്നു. ഈരാറ്റുപേട്ട സെൻറ്ററിനോട് ചേർന്നായിരുന്നു. അന്ന് കുറച്ച് വർഷം 9 വർഷം 11 വർഷം ഞാൻ പാലയിലുണ്ടായിരുന്നു. ഇപ്പോൾ 9 വർഷമായിട്ട് മാരാമണ്ണാണ്. വൈഫ് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഒരു ഈരാറ്റുപേട്ട സെൻറ്ററിൻ്റെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കർത്തൃദാസൻ വന്നു. അന്ന് ഒരു പദം, ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ എന്തു ചെയ്യും? നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്നും ശുശ്രൂഷകളൊക്കെ ചെയ്യുമെങ്കിലും ആത്മീയമായി നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ അകത്തിട്ട ചില കാഴ്ചപ്പാടുണ്ട്. പെന്തക്കോസ്തുകാരായ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കെട്ട് ഏതാണെന്നും ഏറ്റവും വലിയ ബന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ എന്തു ചെയ്യും? അപ്പം അന്ന് എനിക്കൊരു ബൈക്കേ ഉള്ളൂ. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും. പോരാട്ടങ്ങളൊക്കെ എന്തെങ്കിലും മനസ്സിലാവുന്നു. ഇപ്പം ചിരിച്ചാലും നമ്മൾ തന്നെയാകുമ്പോൾ അർദ്ധരാത്രി വിജനമായ വഴികളിലൂടെ വരുമ്പോഴാണ് അവൻ എവിടെ പോരാടേണ്ടതെന്ന് എന്ത് ചെയ്യാം? അറിയാം. ഒരു റിയാക്ഷൻ ഉണ്ടാകുമെന്നുള്ള ചിന്ത എൻ്റെ അകത്തെന്ത് ചെയ്യുക? കിടക്കുക. പക്ഷെ അന്ന് ഈ കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു: ഏറ്റവും വലിയ കെട്ടുകാരൻ ആരാ? നമ്മൾ. ആ വെളിപ്പാടിൻ്റെ. അപ്പം ഒരു ദൈവദാസൻ്റെ മുമ്പിൽ പോയി ഭയമുണ്ടെന്ന് പറയാൻ എൻ്റെ ഈഗോ സമ്മതിക്കുമോ? എത്ര പേർക്ക് മനസ്സിലാവുന്നു? ഈ വേദികളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ദുർബല മനസ്സ് നമ്മുടെ എല്ലാ അകത്തുണ്ട്. തിരിച്ചറിഞ്ഞോണം. എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും ഒരു വാക്കിന് മുമ്പിൽ ചുരുളുന്ന ഒരാത്മാവ് നമ്മുടെ അകത്തുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എത്ര വലിയ ശക്തരെന്ന് പറഞ്ഞാലും ചില മണ്ഡലങ്ങളിലൊക്കെ എന്തു ചെയ്യും? ചുരുണ്ടുപോകും. കാരണം നമ്മൾ മനുഷ്യരാ. എത്ര തേജസ്സിൽ നിന്നെന്ന് പറഞ്ഞാലും എന്തുവാലും ഏലിയാവിൻ്റെ അത്രയും ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തി ഇല്ലല്ലോ. 850 പേര് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മറു സൈഡിൽ ഒരുവൻ. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഈ കൊട്ടാരത്തിൽ നിന്ന് വന്നവരുടെ വേഷവും. Introducing the Magnetic Camera, your new go-to device for keeping tabs on your surroundings. Whether you're a busy professional, a homeowner, ഈ കൊട്ടാരത്തിൽ നിന്ന് വന്നവരുടെ വേഷവും, കൊട്ടാരത്തിൽ നിന്ന് വന്നവരുടെ ഡ്രസ് കോഡും, കൊട്ടാരത്തിൽ നിന്ന് വന്നവരുടെ സ്റ്റൈലും ഈ ഭക്തനുണ്ടോ? ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് അവരുടെ മേലുള്ളതിനെക്കാട്ടിൽ വലിയൊരു
Udaba Shandara Garaga Siandara Bauda Managa Siandara Dibala Bauda Attana Janagadaga Siandara Bauda Managa Siandara Udaba Shadanagadaga Siantana Bauda Managa Sia Andara Jana Diam Baba Regadaga Sia Attanagadaga Siandara Bauda Managa Sia നമ്മൾ ചിന്തിക്കുന്ന മണ്ഡലങ്ങളിലല്ല പോരാട്ടം നടക്കുന്നത്. ഏതന്റെ മനോഹാരിതയാണോ പിശാചിനെ ആകർഷിച്ചത്? അല്ല. ഏതനിലൂടെ ഒഴുകുന്ന നദികളാണോ ആകർഷിച്ചത്? അല്ല. വെയിലാറുമ്പോൾ ആരിറങ്ങി വരും? പിതാവായ ദൈവം ഇറങ്ങി വരും. ആരുടെ കൂടെ ഇരിക്കും? ആദമിന്റെ കൂടെയും ഹവ്വയുടെ കൂടെ ഇരിക്കും. ഇന്നലകളിൽ ഇരുന്നവനാ ഇവൻ. ലോക മനുഷ്യന്റെ കൂടെ നടക്കാൻ കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ആത്മീക പിന്മാറ്റത്തിൽ പോയവന്റെ കൂടെ നടക്കരുത്. അഭിഷേകം ഇല്ലാത്തവന്റെ കൂടെ നടക്കാം, പക്ഷെ അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ കൂടെ നടക്കരുത്. ഓ ഹല്ലേലൂയ. ലോകകാര്യം പറയുന്നവനൂടെ നടക്കാം, വിമർശന്റെ കൂടെ നടക്കരുത്. ദൈവദാസന്മാരുടെ കുറ്റം കണ്ടുപിടിക്കുന്നവന്റെ കൂടെ നടക്കരുത്. ഓ വാ തുറന്ന വിമർശനവും അസൂയയും നുണയും പറയുന്നവന്റെ കൂടെ നടക്കരുത്. നാളെ നമ്മളും തകർന്നു പോകും. അഭിഷേകത്തിന്റെ തീ വ്യാപരിക്കട്ടെ, അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയർ. ഓ പരിശുദ്ധമ ഏറ്റെടുക്കുന്നല്ലോ ഇന്ന് പകൽ. കെട്ടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യത്താൽ അഴിയട്ടെ. ദൈവത്തിന്റെ ഹോളി ഏഞ്ചൽസ് ഓ റിഗോ 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 ഹോളി ഏഞ്ചൽ ഈ ആത്മാവ് പ്രതികരിക്കാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രതികരിച്ചാൽ മതി. പക്ഷേ ദേവാലയത്തിൽ വരുന്നവൻ വെറുതെ അല്ല വരുന്നേ. അവന്റെ കയ്യിൽ ഒരു യാഗമൃഗം ഉണ്ടാകണം. കാളെ കൊണ്ടുവരാൻ കഴിയുന്നവൻ കാളെ കൊണ്ടുവരണം. ആടിനെ കൊണ്ടുവരാൻ കഴിയുന്നവൻ ആടിനെ കൊണ്ടുവരണം. പ്രാവ് കുഞ്ഞിനെ കൊണ്ടുവരാൻ കഴിയുന്നവൻ എന്ത് ചെയ്യണം? പ്രാവും കുഞ്ഞിനെ കൊണ്ടുവരാൻ കഴിയുന്നവനോട് കാളെ ദൈവം ചോദിക്കത്തില്ല. ആടിനെ കൊണ്ടുവരാൻ കഴിയുന്നവനോട് കാളെ ദൈവം ചോദിക്കത്തില്ല. അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച്. ഇന്ന് പകൽ കൈയടിക്കാൻ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ കൈയടിക്കണം. വാ തുറക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ വാ തുറക്കണം. Oh precious Holy Spirit, it is your time, O Lord. മാനുഷിക നിയന്ത്രണങ്ങൾ വേണ്ട, മാനുഷിക ബുദ്ധി വേണ്ട, എന്റെ വൈഭവം വേണ്ട. വ്യക്തിഗത ജീവിതം മാറുന്ന പകലാകട്ടെ, വ്യക്തിഗത ജീവിതം മാറുന്ന പകലാകട്ടെ, ദൈവസഭയുടെ മുഖച്ഛായ മാറുന്ന പകലാകട്ടെ. ഒരു മേജർ ഷിഫ്റ്റ് ആത്മതലത്തിൽ സംഭവിക്കത്തക്ക രീതിയിൽ ഒരു ആത്മമണ്ഡല, ഒരു ഹെവി പ്രസൻസ്. ആത്മാവിനാൽ പിടിക്കപ്പെടട്ടെ, ആത്മാവിനാൽ പിടിക്കപ്പെടട്ടെ, ആത്മാവിനാൽ പിടിക്കപ്പെടട്ടെ. ഇത് നമ്മുടെ പ്രഷ്യസ് ടൈമാ. ഇത് നമ്മുടെ പ്രഷ്യസ് ടൈമാ. അത് മനസ്സിലായിക്കോണം. ഞാൻ ഒരാളെ സ്തോത്രം പറയിപ്പിക്കത്തില്ല. അങ്ങനെ അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരാളോടും ആരാധിക്കാൻ പറയത്തില്ല. ഒരാളോടും അന്യഭാഷ പറയാൻ പറയത്തില്ല. കുളം കലങ്ങുമ്പോൾ അല്ലെ വെള്ളം കലങ്ങുമ്പോൾ ആര് ചാടിയാലും അവൻ അവിടെ വിടുതല. അവന്റെ വിഷയം എന്താകട്ടെ, 1 ലക്ഷമല്ല 1 കോടിയാകണമെങ്കിലും Habala Shandaradana Hasatara Odana Sambaradara Adana Jana Dialagadagasi Andara Baudaba Adana Baudaba Regadagasia Atmosphere Deva Todanalo Shabana Badabasi Andara Gadagadagasi Adana Adana Jana Digadagana Baudaba Regadagasia Adana Digadagaga Yeshu Vana Kuduma Maruane Yeshu Vana Ninda Pesu Marumane യേശു വന്ന നിന്റെ തലമുറയുടെ അവസ്ഥ മാറും. ശമന സന്ദര ജാന ആടന ശംബര ധനാദിയ
ഈ കർത്തൃദാസന്മാര് പ്രാർത്ഥിക്കുമെങ്കിലും ചിലപ്പോൾ അവർക്ക് പോലും വിശ്വാസം കാണത്തില്ല. ഈ കോട്ടയത്തിനടുത്തൊരു സിസ്റ്റർ എന്നെ നാളുകൾക്ക് മുമ്പ് വിളിച്ചു. 80 ലക്ഷം കടം. അന്ന് എൻ്റെ 8,000 രൂപ എടുക്കാനില്ല. പിന്നെ ഈ സിസ്റ്റർ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ വൈഫിനോട് പറഞ്ഞ് നടക്കത്തില്ല. ഞാൻ തന്നെ പറഞ്ഞു, ഇതൊന്നും നടക്കാൻ എന്ത് ചെയ്യുന്നില്ല, എന്നെയാ പൊളിക്കുന്നേ, ഞാൻ നിങ്ങളെ ആരെയും പൊളിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കാൻ. എന്നാലും നമ്മൾ അങ്ങ് എന്ത് ചെയ്യുക, ഈ റിസൾട്ട് വരുമ്പോഴേ, ഫൈനൽ റിസൾട്ട് എല്ലാവരും പറയത്തുള്ളൂ. കോട്ടയത്തുനിന്ന് ഒരു മോള് ഞാനിപ്പം താമസിക്കുന്ന പുല്ലാട്ട് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു OET പാസ്സാകാൻ. 11ാം തവണയാണ് പാസ്സായി. പക്ഷെ ഞാൻ പറയുമ്പോഴെത്ര പറയത്തുള്ളൂ, ഒരു കുഞ്ഞ് വന്ന് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു, അവൾ OET എന്ത് ചെയ്തു, പാസ്സായി. പക്ഷെ ഇച്ചിരൂടെ പറയണം, ഇച്ചിരൂടെ പുറകെ വിലയുണ്ട്. മിണ്ടുന്നില്ലല്ലോ. 11ാം തവണ എന്ത് ചെയ്തേ, അതെന്താണെന്നറിയോ, 1, 2, 3 തവണ വന്നപ്പോൾ എനിക്ക് ആവേശമായിരുന്നു. പിന്നെ ഞാൻ ഈ കുഞ്ഞ് വരല്ലേന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി. എത്ര പേരുണ്ട്? 10-40,000 രൂപ കൊടുത്ത് അത് എക്സാം എഴുതുക, എന്നാലും ഇതിക്ക് വരിക. ഞാനങ്ങ് പൊളിയുക. ഓരോ തവണ വരുമ്പോൾ എന്നെ ദൈവം എന്ത് ചെയ്യുക, ഈ റിസൾട്ടിനെക്കാട്ടിൽ റിസൾട്ട് ഇല്ലാത്ത മേഖലയുണ്ടെന്നേ. ഈ റിസൾട്ടിന് പ്രതികരിക്കുന്നത് വൈകാരിക. അതാർക്കാ പ്രതികരിക്കാൻ കഴിയാത്തേ? റിസൾട്ട് ഇല്ലാത്തടത്തൊന്ന് പ്രതികരിക്കാമോ? ഈ കളം പിടിക്കാൻ വേണ്ടി ചില അനുഭവങ്ങൾ എടുത്ത് പ്രതികരിക്കാൻ, അതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവസാന്നിധ്യം അതിന് മേളില. ഇന്ന് പകൽ ഒരു റിസൾട്ട് ഇല്ലെങ്കിലും ഒരു മറുപടി അവൻ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അവൻ ഞങ്ങളെ അങ്ങനെ ഒരു കൂട്ടം ദൈവസഭയിൽ നിന്ന് എഴുന്നേറ്റാൽ ഈ കാക്കയെ പോലെ വന്നു പോകുന്നവരല്ല. ദൈവസഭയുടെ കരുത്തെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വെളിപ്പാട് അകത്ത് വെളിപ്പെട്ടവരാ. അരബാന ശാന്തരാധന അടമ ശാന്തരാധന ഹരകശധനി അംബവ രഗടകസി അന്തന ബൗഡ അടമ ശാന്തരാധനാദിയ. നമ്മുടെ കർത്താവ് ഇന്ന് പകൽ ഇറങ്ങി വന്നിരിക്കുന്നത് നമ്മളെ വിടുവിക്കാനാ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനാ. അത് സത്യം തന്നെയാ. പക്ഷെ നമ്മുടെ അകത്തെ മൈൻഡ് സെറ്റപ്പ് എന്താണെന്നറിയാമോ? ഇനിയും വിടുവിച്ചില്ലെങ്കിലും ദൈവമക്കളെ, 2 ആക്ഷനാ ദൈവം ചെയ്യുന്നത്. ഒന്നുകിൽ ആ വിഷയത്തിന് എന്ത് ചെയ്യും, മറുപടി തരും. അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊടുക്കേണ്ടി 1 ലക്ഷം രൂപയുടെ ബാധ്യത ഒരു നീക്കുപോക്ക് ദൈവം എന്ത് ചെയ്യും? സൂക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ചർമ്മം. ചിലപ്പോ ആരിലൂടെങ്കിലും എന്ത് ചെയ്യും, പൈസ തരും. എന്ന് പറഞ്ഞ് പൈസ തരും എന്ന് പറഞ്ഞിരിക്കരുത്. വെള്ളം നിന്റെ മീതെ കവിയത്തില്ല. ആ തീ നിന്നെ ഇന്ന് പകൽ വിശ്വസിക്ക ജപ്തി ആകത്തോ. അങ്ങനെ കരുത്തുള്ള ഒരു ആത്മമേഖല എബിപ്പാസ്ത്രമേൽ വെളിപ്പെടണം. അങ്ങനെ കരുത്തുള്ള ഒരു ആത്മമേഖല. ഭയങ്കര സാന്നിധ്യം, ഭയങ്കര സാന്നിധ്യം. വിടുവിക്കപ്പെടുമെന്ന് ഓർത്തല്ല തീച്ചൂളை വീണത്, വിടുവിക്കപ്പെടുമെന്ന് ഓർത്തല്ല സിംഹക്കൂട്ടി വീണത്.
രക്ഷപ്പെടുത്തുമെന്ന് ഓർത്തല്ല ഭക്തന്മാർ ഇറങ്ങിയത്. അവരങ്ങ് നിൽക്കുകയായിരുന്നു ദൈവത്തിന് വേണ്ടി. ആ ആ ആ ആ ആ ആ ആ ആ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദശാംശം ഇടുന്നത് നാളെ ഞാൻ അങ്ങ് അനുഗ്രഹിക്കപ്പെടുമെന്ന് ഓർത്തല്ല, അത് ദൈവത്തിന്റെ വ്യവസ്ഥയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എബിപ്പാസ് കറക്റ്റ് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാ. അത് ദൈവവചനത്തിന്റെ ഉപദേശമാ. അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കാര്യം, സഹായിക്കുന്നത് ദൈവത്തിന്റെ കാര്യം. ഇന്ന് 10 വെച്ച 20 കിട്ടുമെന്ന് ബൈബിള് പറയുന്നില്ല. ഉടപാൽ ആ മനോഭാവത്തിലല്ല നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത്. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു, ദൈവം സഹായിക്കുന്നു സഹായിക്കുന്നില്ലയോ ഇതെനിക്ക് വിഷയമല്ല. അങ്ങനെ കരുത്തുള്ള ഒരു തലമുറ ഈ അന്ത്യകാലത്ത് എഴുന്നേക്കണം. ഒരു വികാരത്തിനു മേലുള്ള അഭിഷേകമല്ല, ഒരു വികാരത്തിനു മേലുള്ള പ്രസംഗമല്ല, ഒരു വികാരത്തിനു മേലുള്ള ആരാധനയല്ല. പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ ആത്മീയ കരുത്ത് വെളിപ്പെടുന്ന ഒരു തലമുറ. തൊടുകയ ഇന്ന് പകല് ദൈവസഭയെ ദൈവം തൊടുകയ. ഈ ഉപവാസത്തിന്റെ അന്തരീക്ഷത്തെ ഇന്ന് പകൽ ദൈവം ഡൈവേർട്ട് ചെയ്ത് വിടുക. ഇവിടെ വിടുതലില്ലാത്തപ്പോ അടുത്തോട്ട് ഓടുന്നതിന് കാരണം എന്താ? ഇവിടെ വിടുതലില്ലാത്തപ്പോൾ അടുത്തടുത്തോട്ട് ഓടുന്നതിന് കാരണം ഈ ഓടി ഓടി നടക്കുന്നൊരു മേഖലയുണ്ട്. അതിന് പുറകിലൊരു ഇരുളാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അതിന് പുറകിലൊരു ഇരുളാ. ദൈവം എന്നെ വിടുവിക്കുന്നില്ലയോ? ദൈവം എൻ്റെ അവസ്ഥ മാറ്റുന്നില്ലയോ? എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്നില്ലയോ? പക്ഷെ ഇതല്ല എനിക്ക് വിഷയം. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുക. ദൈവസഭ ഈ കോട്ടയം പട്ടണത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോ ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയാം. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം ആൻറ്റി ഒന്ന് കൈപൊക്കിക്കേ. കൈപൊക്ക. അത് തന്നെ ഈ ചുടിദാറിട്ട് ഞാൻ ചൂണ്ടുന്നേ. അല്ലല്ലല്ല ഈ മുന്നേ ഇരിക്കുന്ന കൈപൊക്കിക്കേ. ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുക. ഒരു നിമിഷം സഭ ആ ദൈവദാസിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരാത്മമണ്ഡലം നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങുന്നു, ഒരാത്മ സാന്നിധ്യം ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, നീ ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ, നീ ലജ്ജിച്ചു പോകത്തില്ല. ഈ ഉപവാസം നിനക്കൊരു വിടുതല. ആത്മാവ് ഇങ്ങനെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് നിന്റെ ഭവനത്തിനകത്ത് ഒരത്ഭുതം നടന്നിരിക്കും. നാളുകളായി ശത്രു അമർച്ച ചെയ്തു വെച്ചിരിക്കുന്നത് ഒരിക്കലും നന്നാകത്തില്ലെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിന് കഴിയുമെന്ന് ദൈവദാസന്മാർക്ക് കഴിയാത്തത്, ഉപദേശത്തിന് കഴിയാത്തത് ഇന്നു പകല് പ്രവചന മണ്ഡലത്തെ കർത്താവ് ഓപ്പൺ ആക്കുന്നല്ലോ. പ്രവചനാത്മാവിന്റെ ശക്തിയോടെ ഇന്ന് പകൽ ദൈവസഭയുടെ മേൽ റിലീസ് ചെയ്യുന്നല്ലോ. അഭിഷക്തന്മാരുടെ മേൽ ആ ആത്മ ലോകത്തെ, ആ ആത്മ മേഖലയെ കർത്താവ് തുറക്കുന്നല്ലോ. നിന്റെ ഭവനത്തിനകത്തൊരു ചോദ്യ ചിഹ്നമുണ്ട്. അത് ഈ സീസണിൽ തന്നെ ഒരു ആശ്ചര്യ ചിഹ്നമാകത്തക്ക രീതിയിൽ ആത്മമണ്ഡലത്തെ ദൈവം തുറന്നു വിടുക. ആ കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ. ചില പാരമ്പര്യങ്ങളെ ദൈവം മുറിക്കട്ടെ. Thank you, precious
മാറും. ഒരു വാർത്ത തലതിരിഞ്ഞു വന്നാൽ നീ സീറോയായി മാറും. എന്നാൽ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണ്, നമ്മളെ ഈ സമൂഹത്തിൽ തല ഉയർത്തി നിർത്തുന്നത് എന്താണെന്നറിയാമോ? നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധമാ. നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധമാ. ഇന്ന് പകൽ ദൈവദാസന്മാരെ, അതിനൊരു കോട്ടം വരരുത്. അതിനൊരു കോട്ട അഭിഷക്തന്മാരുടെ മേൽ ശക്തമായ ഒരു ആത്മാവിന്റെ പുതപ്പ് ദൈവം ഇടുന്നുണ്ട്. അവ്യക്തതകളിൽ സഞ്ചരിക്കാനല്ല, അവ്യക്തതകളിൽ യാത്ര ചെയ്യാനല്ല, വ്യക്തതയോടെ നിങ്ങളുടെ ശുശ്രൂഷകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സീസണാ. അപ്പൊ വെയിലാറുമ്പം ദൈവം തോട്ടത്തിലോട്ട് എന്ത് ചെയ്യും? ആദമും ഹവ്വായും കൂടെ പോയിരിക്കും. ഇതാർക്കും ഇഷ്ടമല്ല. വീണുപോയവന് ഇഷ്ടമല്ല. ഇന്നലകളിൽ അവൻ ഇരുന്നത് അവിടെ. ഒരുവൻ മഹത്വത്തിൽ ഇരിക്കുന്നത്, ഒരു ദൈവസഭ മഹത്വത്തിൽ ഇരിക്കുന്നത്, മഹത്വത്തിൽ പ്രസംഗിക്കുന്നത്. നീ ബുദ്ധിയുടെ 10 പോയിന്റ് പറഞ്ഞാൽ അവന് വിഷയമല്ല. നീ മഹത്വത്തിൽ ഒരു വാക്ക് പറയുന്നത് ശത്രുവിന് ഇഷ്ടമല്ല. ദൈവ സാന്നിധ്യത്തില് ഒരു ദൂതിനെ റിലീസ് ചെയ്യുന്നത്, ദൈവ സാന്നിധ്യത്തില് മഹത്വത്തെ വഹിക്കുന്ന, മഹത്വത്തിൽ ഇരിക്കുന്ന ഒരു തലമുറ എഴുന്നേക്കട്ടെ. മഹത്വം ക്യാരി ചെയ്യുന്ന നേതാക്കന്മാരല്ല വലുത്, പ്രസ്ഥാനമല്ല വലുത്, സഭയല്ല വലുത്. നീ ക്യാരി ചെയ്യുന്ന, നീ വഹിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. അതന ജാന ഘടക ധനക ജനക ധനക ജനക ഡഗധനാഥ അതുനി ഭാഷധന ബൗഡമാലഗസിയ അതന ഭക്ഷേലിയ താലിയ അടഗസി അന്തര അധികരഘടകസിയ. ആദാവിന് ഇഷ്ടമല്ല കേട്ടോ. ഈ ഉപവാസത്തിൽ മനസ്സിലായിക്കോണോ, മണിക്കൂറുകൾ നീ വേർപെട്ട് ദൈവതലവുമായി കണക്റ്റ് ആകുന്നത്, ഹെവൻലി റിലവുമായി കണക്റ്റ് ആകുന്നത് അവൻ ഇഷ്ടമല്ല. വല്ലാത്ത തിരക്കുകൾ കൊണ്ടുവന്നിടുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, അതിന് പുറകിലൊരു ഇരുള, അതിന് പുറകിലൊരു ഇരുള. നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്, അഭിഷക്തന്മാരെ നമ്മുടെ ശുശ്രൂഷയെ മാറ്റുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ മേഖലകളെ മാറ്റുന്നത്, നമുക്ക് ബന്ധങ്ങൾ ഒരുക്കി തരുന്നത് നമ്മളും ദൈവവുമായുള്ള ബന്ധമാ. നമ്മളും ദൈവവുമായുള്ള ബന്ധമാ. അപ്പോ ഈ ഭാഗം പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബന്ധം നഷ്ടപ്പെടല്ലേ. ബന്ധം എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടരുത്, നിലനിർത്തിക്കണം. വല്ലാത്ത സംസാരത്തിലേക്കും വല്ലാത്ത മണ്ഡലങ്ങളിലോട്ടും പോയി നമ്മുടെ മനസ്സിൻ്റെ ട്യൂണിങ്ങിനെ മാറ്റാൻ, നമ്മുടെ മൈൻഡിൻ്റെ ട്യൂണിങ്ങിനെ മാറ്റാൻ ഇത് ഇങ്ങനെ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എബിപ്പാസ്റ്റർ രാവിലെ ഫേസ്ബുക്കിൽ ആകാത്തത് കണ്ടാൽ ആ കണ്ണിൽ കൂടെ ദൈവശക്തി ചലിക്കത്തില്ല. ആകാത്തത് പറഞ്ഞാൽ ആ വായിലൂടെ ദൈവശക്തി എന്ത് ചെയ്യത്തില്ല. എനിക്ക് ദൈവ സാന്നിധ്യം ദൈവം തന്നത് ഭാര്യയോട് വഴക്കുണ്ടാക്കാനല്ല, തലമുറകളോട് വഴക്കുണ്ടാക്കാനല്ല, സഭയിൽ വഴക്കുണ്ടാക്കാനല്ല, ആത്മമണ്ഡലങ്ങളിൽ പോരാടാനാ, ആത്മമേഖലയിൽ ചലിക്കാനാ. ദൈവം ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്, ദൈവം അവസരങ്ങൾ തരുന്നത് പാപം ചെയ്യാനല്ല, പാപം ചെയ്യാനല്ല, ജഡമോഹങ്ങൾക്കനുസരിച്ച് ചലിക്കാനല്ല. ഇന്നു പകല് ഒരു വിശുദ്ധമായ കണ്ണ് നിനക്കുണ്ടോ? നിന്റെ കണ്ണിലൂടെ ദൈവശക്തി വ്യാപരിക്കും. ഒരു വിശുദ്ധമായ കരങ്ങൾ നിനക്കുണ്ടോ? ഒരു വിശുദ്ധമായ ഹൃദയം നിനക്കോ? എന്റെ സന്ദേശത്തിൽ നിന്ന് അല്പം മാറുന്നെങ്കിലും പരിശുദ്ധമാവ് അങ്ങനെ പറയുക. യേശു ഗദരേന്യരുടെ ദേശത്ത് കാലെന്ത് ചെയ്തു? ചവിട്ടി. ആ ദേശത്തെ അടക്കിവാണ് ഇരുളിന് അവിടെ ഇരിക്കാൻ ഒക്കുന്നില്ല. ആ ദേശത്തെ അടക്കിവാണ് ഇരുള്. ആ വഴിയിലൂടെ ആരെയും പോകാൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കുന്ന ഇരുളല്ല. ഒരു ദൂത സഭയോട് ഇങ്ങനെ കൈമാറുക.
വഴി തുറന്നെങ്കിലും ആ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാത്ത അന്ധകാര മണ്ഡലത്തെ കർത്താവ് ഇന്ന് പകൽ പൊട്ടിക്കും. ചില ചാലുകൾ ഉണ്ടെങ്കിലും, ചില മേഖലകൾ തുറന്നിട്ടുണ്ടെങ്കിലും അതിനകത്തൂടെ നീ യാത്ര ചെയ്യണ്ട. അതിനകത്തൂടെ നിന്റെ തലമുറ യാത്ര ചെയ്യണ്ട. അതിനകത്തൂടെ അഭിഷക്തന്മാർ ശമാന സന്ദര ജനാദന ധരാദിയ. ഈ ദൂത് കേൾക്കാൻ നല്ല പ്രയാസമാണ്, നല്ല പ്രയാസം തന്നെയാണ്. രാവിലെ ഇത്രയും മെനക്കെട്ടൊക്കെ വന്നിരിക്കുന്നത് എന്നോട് ദൈവം ഒന്ന് സംസാരിക്കണേന്ന് അല്ലേ ഉള്ള ആഗ്രഹത്തില്ല. പക്ഷെ അതിനെക്കാട്ടി പാടാ ദൂത് പ്രാപിക്കാൻ. ചിലർ ചിന്തിക്കുന്നത് ദൂത് കേട്ട് അടുത്തിരിക്കുന്ന അമ്മാമ്മയൊക്കെ ഒന്ന് നോക്കി സന്തോഷിച്ച് അങ്ങ് പോകാമെന്നാ. ആ അമ്മാമ്മ കേട്ടതിനേക്കാട്ടിൽ അദൃശ്യനായ ഒരുത്തൻ കേട്ടിട്ടുണ്ട്. മനസ്സിലാകുന്നോ? ഒരാൾ നിന്നോട് പ്രോമിസ് പറയുമ്പോൾ നീ കേട്ടതിനെക്കാട്ടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേർത്തൊന്നിപ്പുണ്ട്. കർത്താവ് എങ്ങനെ ഇത് നിറവേറ്റാമെന്നോർത്ത് ജാഗരിക്കുമ്പോൾ ഇതെങ്ങനെ ഇല്ലാതാക്കാം, ഇതെങ്ങനെ വൈകിപ്പിക്കാം. സന്തനാദിയ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു വലിയ ചർച്ചിൽ ഞാനിങ്ങനെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പം 48 വയസ്സുകാരനായ ഒരു സഹോദരൻ മുന്നോട്ട് വന്നു. ഞാൻ ചോദിച്ചു എന്തോ വിവാഹം നടക്കണം. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും നാൾ സമയമായില്ലെന്നാ പറയുന്നതെന്ന്. ഞാൻ ചോദിച്ചത് ആരാ പറഞ്ഞേ? എൻ്റെ മോൻ ഇപ്പോൾ 8ാം ക്ലാസ്സിലായി. അവനൊരു കല്യാണപ്രായമാകുമ്പോൾ സമയമാകുന്നില്ലെന്ന് ഞാൻ പറയുമോ? സ്വന്തം അപ്പം പറയുമോ? മിണ്ടുന്നില്ലല്ലോ. അല്ലെ എൻ്റെ ഇളയ 2 പെൺകുഞ്ഞുങ്ങളാ, അവരുടെ കല്യാണപ്രായമാകുമ്പം അവരെക്കാട്ടിൽ അകത്തപ്പനൊരു ചിന്തയാ. ഈ സമയമാകുന്നില്ലെന്ന് പറയുന്നത് ഒരു ഉഴപ്പാ, അതൊരു എക്സ്ക്യൂസാ. 48 വയസ്സുകാരനോട് പറയാ സമയമായിട്ടില്ലെന്ന്. എൻ്റെ കർത്താവ് സമയത്തിന് മുമ്പേ ചെയ്യുന്നവനാ. എൻ്റെ അപ്പച്ച അങ്ങനൊരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. സമയമായില്ലെന്ന് പറഞ്ഞു. ലൈവ് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്തെങ്കിലും കുഴപ്പമില്ല. സമയമായില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എത്രാം വയസ്സിൽ കല്യാണം കഴിച്ചു? 25ാം വയസ്സിൽ. മനസ്സിലാവുന്നുണ്ടോ? സമയമായില്ലെന്ന് പറഞ്ഞാൽ ഞാൻ 25. അപ്പം ആ ബ്രദറിൻ്റെ കാര്യമായോണ്ട് ദൂത് അകത്തോട്ട് കയറുന്നുണ്ടോ? പരിശുദ്ധമ വെളിപ്പെടുത്തുക. ഇന്ന് പകല് വൈകിപ്പിക്കുന്നതിന് പുറകിൽ ഇരുള, താമസിപ്പിക്കുന്നതിന് പുറകിൽ ഇരുള. ഈ തക്ക കാലത്ത് ഫലം കഴിക്കണം. നിന്റെ കുഞ്ഞ് പഠിക്കുമ്പം പഠിക്കണം. നിന്റെ കുഞ്ഞ് ഇന്റർഷിപ്പിന് കയറേണ്ടപ്പോ കയറണം. അവന്റെ വിവാഹം നടക്കേണ്ടപ്പോ അവന്റെ വിവാഹം നടക്കേണ്ടപ്പോ നടക്കണം. അതിനെ വൈകിപ്പിച്ച് തടഞ്ഞു വെച്ച പോര് ഇന്ന് പകൽ അഴിയണോ? ഇന്നു പകൽ വൈകിപ്പിക്കുന്ന കെട്ടഴിയുക, വൈകിപ്പിക്കുന്ന കെട്ടഴിയുക, വൈകിപ്പിക്കുന്ന പോര് ഓരോരുത്തരെ തൊട്ടു ദൈവം എന്ന് പറയുക. ഓരോരുത്തരെ തൊട്ടുതാ. ശക്തമായ ഒരു പ്രൊഫറ്റിക്കൽ റിലം ഓപ്പൺ ആയിട്ടുണ്ട്. ശക്തമായ ഒരു ആത്മമണ്ഡലം ഓപ്പൺ ആയിട്ടുണ്ട്. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ജനന്തരാദിയ അടരാ ജനാദിയ ലഗസിയാതര അതനജാര ഘടകസിയാതര ജനതരാദിയ ലഘടകസിയ അതനജനാദര ഘടകസിയാതന ബൗഡബാല. ഉടബാല തര ലഗസിയാ തര ലഘടകസിയ അടലഗസിയാ തര ബൗഡബാ ലഘടകസിയാ തര ബൗഡ അടബല ദരഘടകസിയാ തര ജരഘടകസിയ അടബാ രഘടകസിയാ തര ബൗഡബാ ലഘടകസിയ. ഇന്ന് പകലൊരു വിടുതല്, ഇന്ന് പകലൊരു വിടുതല്. ഉടബാ ശതര ബൗഡബാ ലഗസിയ ഉടികവ സിയതരദിയ. ഈ ഉപവാസത്തിൽ തന്നെ നിന്റെ വഴി തിരിയുന്നത് പോലെ ഓ റബ ശംദര ദരാദിയ നിനക്കൊരു തിരിവ് വരുത്തുന്ന ഒരു വെളിപ്പാട് ആത്മാവനെ കാണിക്കുക. നിന്റെ ജീവിതത്തെ തിരിക്കുക ദൈവം, നിന്റെ ജീവിതത്തെ തിരിക്കുക. ഉടബ ബബ ബബ ശംദര ദരാദിയ അടബ സന്ദര
ആത്മാവ് തൊടട്ടെ, ആത്മാവ് തൊടട്ടെ, അഭിഷേകം തൊടട്ടെ, അപ്പച്ച നിങ്ങളെ തൊടട്ടെ. ഉടബാല അവസത്തര ബാലബാല ബാലബ അടവല മൗഡ ബാലഗടക സിയാതര മൗഡ അതന ജാന ദാന ജാന ദീര ഓ റിബല ദന ദിയാലക അടമന ഗടക സിയന്തര മൗഡബ ഉടബാല ഗടക സിയന്തര ദിയ. ആത്മാവ് ഇങ്ങനെ പ്രവചിക്കുന്നു, ആത്മാവ് ഇങ്ങനെ പ്രവചിക്കുന്നു. വൈകിപ്പോയ ചില വിഷയങ്ങളെ ദൈവാത്മാവ് കൈകാര്യം ചെയ്യാൻ പോവാ. വൈകിപ്പിച്ചു നിൽക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് നിൽക്കുന്ന ഇരുളിനെ ഇന്ന് പകൽ ആത്മാവ് പൊട്ടിക്കുക. അഭിഷേകം കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, ദൈവശക്തി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. മനുഷ്യന്റെ സമയമല്ല ഇത്, ആഭിചാരകന്റെ സമയമല്ല ഇത്, മന്ത്രവാദിയുടെ സമയമല്ല ഇത്, ശകുനവാദിയുടെയോ പട്ടണഭൂത ശക്തിയുടെയോ സമയമല്ല ഇത്, ദൈവജനത്തിന്റെ സമയം. ഇത് അഭിഷേകം പ്രാപിച്ച കൂട്ടത്തിന്റെ സമയം. Adana Shandara Janadara Danadara Dibala Baba Adamaba Sambara Darabala Baudaba Labasia. Oh Andana Janadana Dia Adana Jana Baudaba Lagadagasia Adana Janadia Babatana Baudaba Lagadagasia. ഈ സാന്നിധ്യത്തിലെ ഈ അപ്പനുമായുള്ള ആ ബന്ധം, യേശു അപ്പച്ചൻ്റെ ആ 3.5 വർഷത്തെ ശുശ്രൂഷ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ യേശു പ്രസംഗിച്ചതിനെക്കാട്ടിൽ, രോഗസൗഖ്യം വരുത്തിയതിനെക്കാട്ടിൽ, പരസ്യമായി വെളിപ്പെട്ടതിനെക്കാട്ടിൽ കൂടുതൽ സമയം രഹസ്യത്തിൽ അപ്പൻ്റെ സന്നിധിയിലായിരുന്നു. അത് മർമ്മപ്രധാനമായ ഒരു വിഷയമാണ്. ദൈവസഭയ്ക്ക് ഞാൻ കൈമാറുന്നൊരു ദൂത, പരസ്യത്തിൽ നമ്മൾ വെളിപ്പെടുന്നതിനെക്കാട്ടിൽ രഹസ്യത്തിൽ നമ്മൾ അപ്പൻ്റെ എബിപ്പാസ്റ്ററെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് രഹസ്യത്തിൽ അപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കണമെന്ന രഹസ്യത്തിലോ അങ്ങനെ ഒരു അഭിഷേകത്തെ ദൈവം റിലീസ് ചെയ്യുക. നാളുകളായി നഷ്ടപ്പെട്ട ആ ദൈവിക കണക്ഷൻ ഈ 10 പകല് ദൈവമാ രഹസ്യത്തിലിരിക്കുന്ന ഒരു തലമുറ, രഹസ്യത്തിലിരിക്കുന്ന ഒരു തലമുറ, രഹസ്യത്തിലിരിക്കുന്ന ഒരു തലമുറ. അങ്ങനെ ഒരു ആത്മമണ്ഡലം ഈ ദൈവദാസിയുടെ മേലോ കഴിഞ്ഞ കാലത്തെക്കാട്ടി ശക്തമായി അത് റീകണക്ട് ആകുക, അത് റീകണക്ട് ആകുക. നീ പരസ്യമായി നിൽക്കുന്നതിനെക്കാട്ടിൽ രഹസ്യമായി എന്റെ സന്നിധിയിലിരിക്കണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നെന്ന് ഒരു ദൂത് ദൈവം കൈമാറുക. നിന്റെ രഹസ്യ ജീവിതമായി ഇവിടെ വരെ കൊണ്ടുവന്നത് അത് മനസ്സിലാക്കി അതിനെ കടന്നാക്രമിക്കുക, അതിന്റെ സമയത്തെ കുറയ്ക്കുക. അന്ധകാരങ്ങൾ പോരാടുമ്പോ എന്റെ ദാസിയെ അതിനെ തിരിച്ചറിഞ്ഞ് ഞാനൊരു കാര്യം പറയാം. ഈ കർത്താവുമായിട്ട് ഞാനത് ആ ദൂതിലേക്ക് വരുവേ. ഈ ഇടയ്ക്ക് പറയുന്നതുകൊണ്ട് ദൈവാത്മാ പറയുക. ഈ ദൈവം വലിയവൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ വാക്കിലല്ല അത് കാര്യമാണ്ടേ. എബിപ്പാസ്റ്റർ വാക്കിലല്ല അത് കാര്യമാണ്ടേ. ഈ തലചുമടായിട്ട് സാധനവുമായിട്ട് ആര് വന്നു? നയമാൻ ഏലിശയുടെ അടുത്ത് വന്നു. തല ചുമട് സാധനവുമായിട്ട് ആര് വന്നു? നയമാൻ ആരടുത്ത് വന്നു? ഞാൻ അവിടെ വായിച്ചപ്പം നയമാനെ ഒന്ന് വന്ന് കാണാൻ പോലും ആര് തയ്യാറാകുന്നില്ല. നയമാനെ സാധാരണ ആളല്ല, അടുത്ത രാജ്യത്തെ പ്രധാന വ്യക്തിയാ. ഈ ദൈവം വലിയവൻ. അതാ ഈ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യാഖ്യാനത്തിലല്ല പരിശുദ്ധാത്മാവ് ഇന്ന് പകല് നടത്തുന്നേ. നമ്മൾ ചിന്തിക്കുന്ന ബന്ധങ്ങളൊന്നും ബന്ധങ്ങളല്ല. അല്ല അല്ല ഈ ഫിലിപ്പോസിനെ നിങ്ങളൊന്ന് എടുത്തേ. ഈ ബൈബിളിലെ അഭിഷക്തന്മാരും ഇന്നത്തെ നമ്മൾ ചിന്തിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഷണ്ണനെ സ്നാനപ്പെടുത്തിയിട്ട് പിന്നെ ആരെ കാണുന്നില്ല. ഉണ്ടോ? ഇവിടെ തലചുമട് സാധനവുമായി വന്നവനെ ഒന്ന് കാണാൻ പോലും, സത്യം പറഞ്ഞാൽ ഒരു പോലീസുകാരൻ്റെ എങ്കിലും ഫോൺ നമ്പർ ഉണ്ടേ
പെറ്റി അടിക്കാൻ നേരത്തൊന്ന് വിളിച്ച് പറഞ്ഞാൽ എന്തു ചെയ്യും? കഴിഞ്ഞ ദിവസം നമ്മുടെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു അച്ഛൻ പെട്ടെന്ന് ആൻ്റണിയെ വിളിച്ചു. ഞാൻ ഓർത്തു, ഈ അച്ഛൻ ഇത്രയും ബന്ധമോ? അതെല്ലാം വലിയ കാര്യമൊന്നുമല്ല കേട്ടോ, വലിയ കാര്യമൊന്നുമല്ല. ലൈവ് പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ നയമാനെ കാണാൻ പോലും ആരിറങ്ങി വരുന്നില്ല. ജീവിതത്തിലാ വലിയ ദൈവമാണോ വലിയ മനുഷ്യനാണോ നമ്മൾ അറിയുന്നേ. ഞായറാഴ്ച വന്ന് ഇത്ര നല്ല ദൈവം എന്നൊക്കെ പറയാൻ ആർക്കാ ഒക്കാത്തേ? തിങ്കളാഴ്ച നയമാൻ വന്ന് ഇട്ടുമൂടാൻ പണവുമായി നിൽക്കുമ്പം ഞാൻ ജയിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശാന്തമായിട്ട് പറയുന്നത്. ആ ദൂതി ഞാൻ ഇതിലും ജയിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ദൂത് കർത്താവ് എൻ്റെ ഉള്ളിലോട്ട് തന്നതേ ഉള്ളൂ. ദൈവം എന്നോട് ചോദിച്ചു, മിണ്ടാതെ കുഞ്ഞിനെ വിട്ട് ഇന്ന കാര്യം സാധിച്ചിട്ട് പോയിക്കോളാൻ പറയാൻ ഒക്കുവോ? എൻ്റെ അച്ചായ എന്ന് പറഞ്ഞ് ഞാൻ പോയി കെട്ടിപ്പിടിക്കും. ഈ പ്രസംഗം എന്നെ പൊളിക്കാനാന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നെ പൊളിക്കാനാന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇങ്ങനൊരു ബന്ധം, ദൈവമേ നല്ല ബന്ധങ്ങൾ ഒരുക്കണേ, നല്ല ബന്ധങ്ങൾ ഒരുക്കണേ, നല്ല ബന്ധങ്ങൾ ഒരുക്കണേ എന്നുള്ള പ്രാർത്ഥന ഇല്ലയോ നമ്മുടെ? എടാ, ഏറ്റവും വലിയ ബന്ധം ദൈവവുമായി വന്നെങ്കിൽ ഇതിനി അതിനെക്കാട്ടി വലിയ നല്ല ബന്ധം ആ ബന്ധം. ഈ ദൈവമക്കൾക്ക് വേണ്ടത് എന്താണെന്നറിയാം? 2 ക്വാളിറ്റിയാ. സന്ദേശം എല്ലാം പോന്നു, എന്നാലും കുഴപ്പമില്ല. ഒന്ന്, ഭൗതികത്തിലൊരു തൃപ്തി ഉണ്ടാകണം. ഭൗതികത്തിൽ മിണ്ടുന്നില്ലല്ലോ, തൃപ്തി. എനിക്ക് ദൈവം തന്നെന്ന് പറയണം. തന്നെന്ന്, എന്നെ ദൈവം സഹായിച്ചു. കുടുംബക്കാർ പോലും വീട്ടിൽ വരാഞ്ഞ സ്ഥാനത്ത്, നല്ലൊരു ആഹാരം കഴിക്കാൻ ചിന്തിച്ച സ്ഥാനത്ത്, നല്ലൊരു വസ്ത്രം ഇടാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ദൈവം എന്നെ ഇതുവരെ കൊണ്ടുവന്നു. ഫംഗ്ഷനൊന്നും നോക്കാൻ അറിയത്തില്ലെങ്കിലും നല്ല ഫോൺ ദൈവം എന്ത് ചെയ്തു? ഞാൻ ചിന്തിക്കുന്നു, നല്ല ഫോണൊക്കെ എന്തിനാ തരുന്നേ? ഇപ്പം എൻ്റെ മോനെയും കൊണ്ടാണ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനെയും കൊണ്ട് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നേ, ചെയ്യിക്കുന്നത്. എനിക്കറിയത്തില്ല. എന്നാലും ഇത് തന്നല്ലോ. അയ്യോ, മിണ്ടുന്നില്ല. തന്നല്ലോ, ദൈവത്തിൻ്റെ വിശ്വാസം. ഇതൊക്കെ ഉപയോഗിക്കാൻ ഒക്കെ ഒന്ന് ചിന്തിച്ചാന്നോ? ആരും മിണ്ടുന്നില്ല. അയ്യോ, അത് വരുന്നില്ല. ഞായറാഴ്ച ഞാൻ കൊതിക്കാറുണ്ട്. ഞാനൊരു സഭാ പാസ്റ്ററല്ലേ, ദൈവം എന്നെ ഒന്ന് നടത്തി പാസ്റ്ററേ. എൻ്റെ കുഞ്ഞുങ്ങളെ അവിടോട്ട് അയച്ചു. 10-30,000 രൂപ മാസം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നത് കേൾക്കാൻ കൊതിക്കുക. ഇതങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ തട്ടിപ്പറിക്കുന്നത് പോലെ അച്ഛൻ്റെ അമ്മാമ്മയുടെ രീതി. ഈ കോട്ടയത്ത് അങ്ങനെ ഇല്ല കേട്ടോ, കോട്ടയത്ത് അങ്ങനെ ഇല്ല. നിങ്ങൾ തന്നാലും സ്തോത്രം, തന്നില്ലേലും എന്താ, പിന്നെ കൊടുത്തില്ലേലും അത് എവിടെയും ഒക്കെ അങ്ങ് പോവും. അതാ വലിയ വിഷയം. അതാ പാസ്റ്റർക്ക് 1000 ഒതുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ പോയപ്പോൾ എന്തു ചെയ്യുക? സത്യ ജീവിതത്തെ ചിന്തിച്ച് നോക്കിയേ. ഈ ദൈവകാര്യത്തിൽ പിടിച്ചെങ്കിൽ, ഞാൻ വൈഫിനോട് ഇടയ്ക്ക് പറയും, ഈ മാസം ഒന്ന് പിടിച്ച് ചിലവാക്കാമെന്ന് ചിന്തിക്കുന്ന മാസം ഭയങ്കര ചിലവായിരിക്കും. ഈ മാസം എന്ത് ചെയ്തേക്കാം? എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് കൊടുത്തങ്ങ് പോയാലോ? കാരണം കർത്താവിന് നമ്മളെ പഠിപ്പിക്കണം. നീ അല്ല വീട് പണിയുന്നത്. ഇന്ന് പകല് നമ്മുടെ തെറ്റായ ചിന്തയാ, ഞാനില്ലായിരുന്നേ വീട് എങ്ങനെ പോയേനെ, അതിനേക്കാട്ടി നല്ലതായിട്ട് പോയേനെ. ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, ദൈവത്തിനൊന്നും സംഭവിക്കില്ല, എനിക്ക് നഷ്ടം വരത്തേ ഉള്ളൂ. ഈ സഭയെ നിങ്ങൾ വന്നില്ല, ഈ സഭയ്ക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ? അയ്യോ, ഇല്ലെന്നേ. പിശാചിൻ്റെ ഒരു വലിയ ചിന്തയാ, നമ്മളില്ലെങ്കിൽ ഒന്നുമില്ല, അതിനെക്കാട്ടി ഒരു വടിയുടെ മേളി. നമ്മക്കാ നഷ്ടം. ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ പുസ്തകം വിട്ട് ഞാൻ പോയാൽ എനിക്കാ നഷ്ടം, എൻ്റെ കുടുംബത്തിനാ നഷ്ടം. ദൈവരാജ്യത്തിന് നഷ്ടമൊന്നുമില്ല. ഒരേ വിവാര്യാപുരം മാറിയ 10 അല്ല 1000കണക്കിന് പേരെ. നീ ഒന്ന് മാറി നോക്ക്, അവിടെ 100 കണക്കിന് ആൾക്കാരെ ദൈവം കൊണ്ടുവരൂ. നമ്മുടെ ചുമലിലല്ല, ഇത് ക്രിസ്തുവാകുന്ന പാറയില ഇത് പണിയപ്പെടുന്നേ. അതുകൊണ്ട് ചിന്തിക്കുക, തൂക്കുന്നതും വാരുന്നതും അല്ല എൻ്റെ നന്മയ്ക്കാ.
കസേര ഇടുന്നത് എൻ്റെ നന്മയ്ക്കാ, എന്ത് ചെയ്താലും എൻ്റെ നന്മയ്ക്കാ. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാ, അത് എനിക്ക് വേണ്ടിയാ, എന്റെ തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാ, വഴി മാറേണ്ടത് വഴി മാറാൻ വേണ്ടിയാ. പവനത്തിന് നേരെ വരുന്ന ചിലത് എന്റെ ചിന്തയാ. തെറ്റുണ്ടെങ്കിൽ രഞ്ജിത്ത് പാസ്റ്റർ പിന്നെ ക്ലിയർ ചെയ്തോളും. ചിലത് ശാസിച്ചില്ലേലും അങ്ങ് പോവും. 10 കസേര ഇതിനകത്ത് നിരത്തുമ്പം മിണ്ടുന്നില്ലല്ലോ, ശാസനയെക്കാട്ടി ബലമാ. എൻ്റെ ചിന്തയാ, എൻ്റെ ഇത്രയും നാളത്തെ ശുശ്രൂഷാനുഭവത്തിൽ ശനിയാഴ്ച ഹോളിൻ്റെ ചുറ്റും ഒന്ന് തൂത്താൽ ഒരു 10 മിനിറ്റ് ശാസിക്കുന്നതിനെക്കാട്ടില് ആ തൂക്കലിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വീടിൻ്റെ മുറ്റം തൂക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അത് നമ്മുടെ ആവശ്യമാ. പക്ഷെ ആലയത്തിൻ്റെ ചുറ്റും തൂക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാ, ദൈവനാമത്തിന് വേണ്ടിയാ. ഇന്നു പകല് കർത്താവിൻ്റെ ബുക്കിൽ എഴുതുന്നത് നമ്മൾ കുടുംബത്തിന് വേണ്ടി ചെയ്തതല്ല, നമ്മൾ അവൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തതാ. ഇന്നു പകൽ ഇവിടെ കിടക്കുന്ന ടീപ്പോ നീ ഒന്ന് തുടച്ചാൽ അത് ദൈവരാജ്യത്തിന് അനുഗ്രഹം എന്ന രീതിയിൽ നീ ചെയ്യുമ്പോ നീ ശാസിക്കാതെ തന്നെ ചിലത് നിന്റെ മുമ്പിൽ വഴിമാറിപ്പോകൂ. കർത്താവിനറിയാം ഇവൻ പ്രയോജനമുള്ളവനാ, ഇവള് പ്രയോജനം. ഓ ശബനബാ സദനബാ രഗടഗസിയ അതനജന ദനഗടഗസിയ അതനജന ദനബൗഡബാ ലഗടഗസിയ അംദഛനഗടഗസിയ തിരബൗഡബാ ലഗടഗസിയ. ദൈവം ആ വലിയവനെന്നുള്ള വെളിപ്പാട് ആദ്യം നമ്മുടെ അകത്തിറങ്ങണം. അത് നമ്മൾ പഠിച്ചതുപോലല്ല, നമ്മൾ പാടിയതുപോലല്ല, അത് ജീവിതത്തിലേക്ക് വരണം. എൻ്റെ ദൈവമാ വലുത്, എൻ്റെ ദൈവമാ വലുത്. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ മുന്നേ വന്നപ്പം അവിടെ കയ്യിലും പൈസ ഇല്ല, അവിടെ പോക്കറ്റിലും പൈസ ഇല്ല. പക്ഷെ അവളോട് ആര് സംസാരിക്കുന്നു? എലീശ സംസാരിക്കുന്നു. ചാക്കും പൊടി സാധനവുമായി വന്നവനോട് ആര് സംസാരിക്കുന്നില്ല? ആത്മതലത്തെ ഒന്ന് മനസ്സിലാക്കിക്കേ, ആത്മലോകത്തെ ഒന്ന് മനസ്സിലാക്കിക്കേ, ആത്മമണ്ഡലത്തെ ഒന്ന് മനസ്സിലാക്കിക്കേ. മിണ്ടുന്നില്ല, മിണ്ടണ്ട, അകത്തു വരണം, അകത്തു വരണം. അവനെ കാണാൻ എലീശ ഇറങ്ങുന്നില്ല, അവനെ കാണാൻ വെളിയിലോട്ട് പോലും വരുന്നില്ല. അവനോട് പറയുക, നീ പോയി എന്ത് ചെയ്തോളാൻ? കാരണം അതിനെക്കാട്ടി വലിയൊരു ദൈവത്തെ അകത്താര് കാണുക? നമ്മുടെ മേൽ ദൈവം വലുതാകുന്നതിനനുസരിച്ച് ലോകം നമ്മുടെ ജീവിതത്തിൽ ചെറുതാകാൻ തുടങ്ങും. ലോകത്തിന്റെ അധികാരങ്ങൾ ചെറുതാകാൻ തുടങ്ങും, ലോകത്തിന്റെ നേതാക്കന്മാർ ചെറുതാകാൻ തുടങ്ങും. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം എനിക്ക് ചെറുതായി തോന്നും. അങ്ങനൊരു വെളിപ്പാടിലേക്ക്, അങ്ങനൊരു വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവേ, 3.5 വർഷം താൻ സമൂഹത്തിൽ വെളിപ്പെടുന്നതിനെക്കാട്ടിൽ കർത്താവ് എവിടെ വെളിപ്പെട്ടു? പിതാവിൻ്റെ സന്നിധിയിൽ. പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിലാ കൂടുതൽ ഹാജര് വീണത്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഹാജര് കൂടുതൽ എവിടാ? ഈ ഉപവാസ പ്രാർത്ഥന ഇന്ന് 10ാം ദിവസമാണല്ലോ. ഏറ്റവും കൂടുതൽ ഹാജര് വീണത് എവിടാ? എന്നോട് മറുപടി പറയണ്ട, രഞ്ജിത്ത് പാസ്റ്ററോടും പറയണ്ട. ഹാജര് ബുക്ക് ആരുടെ കയ്യിലുണ്ട്? പിതാവിൻ്റെ കയ്യിലുണ്ട്, പിതാവിൻ്റെ കയ്യിലുണ്ട്. ഹാജര് വീഴേണ്ടത് ദൈവ പ്രസൻസിലാ. അങ്ങനൊരു തലമുറ എഴുന്നേറ്റാൽ, ഗദരേന്യരുടെ ദേശത്ത് അപ്പച്ചൻ കാല് ചവിട്ടിയപ്പോ ആ പട്ടണത്തെ അടക്കി വാണവൻ എന്തിയെന്ന് ചോദിച്ച് യേശു നടന്നില്ല. ആ മണ്ണിൽ അവന്റെ കാല് പതിഞ്ഞപ്പോ ആ മണ്ണിൽ വാണ അശുദ്ധമേലേക്ക് ആ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഭൗതിക ലോകത്തെ കണക്ട് ചെയ്ത് നിർത്താനാ ലോകം നമ്മളെ ശ്രമിക്കുന്നത് കേട്ടോ. മനസ്സിലാക്കിക്കോണം. ഭൗതിക ലോകവുമായി കണക്ട് ചെയ്ത് നമ്മളെ എന്ത് ചെയ്യുക? നിർത്തുക. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് ആത്മലോകവുമായി നമ്മൾ എന്ത് ചെയ്യണം?
ആത്മലോകവുമായി. ഈ എലിശയെ തൊട്ടപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് അറിയാം, ഈ ഞാൻ പ്രസംഗിക്കുന്ന ദൂതൊന്നും പുതിയ ദൂതല്ല കേട്ടോ. ഇനി പുതിയൊരു ആശയം കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ ആശയങ്ങളൊന്നും പുതിയതല്ല. പക്ഷേ എൻ്റെ അകത്ത് പ്രവചനാത്മാവി കർത്താവ് കൈമാറുന്ന ദൂത് അതുപോലെ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൈമാറുക. രാവിലെ ഇന്നത്തെ ഭാഷയുടെ ഇതിൽ ചിന്തിച്ചാൽ മതി. രാവിലെ പത്രം വീണോന്ന് നോക്കാനായിരിക്കും ഗേഹസി എന്ത് ചെയ്തേ, ചാടി മുറ്റത്ത് എന്ത് ചെയ്തേ, ഇറങ്ങിയത്. പെട്ടെന്നൊരു വിളിയാ, അയ്യോ യജമാനനെ, കാര്യമെല്ലാം വശവശക്കായി. ആരാമ്യ സൈന്യം എന്ത് ചെയ്തു, നമ്മളെ എന്ത് ചെയ്തു, വളഞ്ഞു. അപ്പം ചാടി മുറ്റത്ത് വന്നപ്പം സൈന്യം വളഞ്ഞെന്ത് ചെയ്യുക, നിൽക്കുക. പെട്ടെന്ന് ഈ കർത്തൃദാസൻ ഇറങ്ങി വരിക. ഞാൻ അവിടെ ആത്മലോകത്തിലെ ഈ ദൈവദാസനെ ഒന്ന് നോക്കി, മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ല. ഈ പേഴ്സിൽ പൈസ കുറയുമ്പോൾ മുഖം മാറുമോ? ഭാര്യ 100 ആവശ്യം പറയുമ്പോൾ മുഖം മാറുമോ? പട്ടുമെത്തെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നിൽക്കാൻ ആർക്കാ പറ്റാത്തേ? രോഗപ്രതിസന്ധിയിൽ ഈ ഭക്തൻ ശാന്തമായിട്ട് ഇറങ്ങി വരിക. ഒരഭിഷക്തനെ അല്ലെ ഒരു അഭിഷക്തയെ മനസ്സിലാക്കുന്ന എവിടാണെന്നറിയാമോ? പഴമക്കാർ ഒരു ചൊല്ലു പറയും, മിറ്റത്ത് വന്നത് ചേരയാണോ മൂർഖനാണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം, ഇച്ചിരി മണ്ണെന്ത് ചെയ്യണം. ചേരയാണ് ഇത് ഒറ്റ പോക്കങ്ങ് പോവും. മൂർഖനാണ് ഇത് ഞാൻ ആരാന്ന് അറിയാമോ എന്ന് എന്ത് ചെയ്യും. പണ്ടൊരു സഭയെ പ്രശ്നമുണ്ടായപ്പോൾ ഒരു അച്ഛൻ ചോദിച്ചു, ഞാൻ ആരാന്ന് അറിയാമോ എന്ന്. പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ അച്ഛാ, പഠിച്ചിട്ട് പറയാം. പഠിച്ചിട്ട് അതോടെ ആ പ്രശ്നമൊക്കെ തീർന്നു. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ. അച്ഛനെ എന്ത് ചെയ്യാം, കണ്ടോ മണ്ണ് ഇട്ടപ്പോഴാ ഈ നിങ്ങളെ, എൻ്റെ വൈഫ് വന്നിട്ടില്ല, കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് 4 മണിക്ക് വരുന്നുണ്ട്. അല്ലെ ആരെയും സഭയിലും കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് തിരക്ക്. അല്ലെ ഞാൻ തന്നെ എങ്ങും അങ്ങനെ പോകാറില്ല, ആരെയും ഒക്കെ കാണും. ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ വൈഫ് തല കുനിച്ചിരുന്നാലോ? ചെല്ല് പ്രസംഗിക്കുമ്പോൾ കണ്ടില്ലേ, ചില അച്ഛന്മാർ എണ്ണിച്ച് പ്രബോധിപ്പിക്കും, അമ്മമാർ തല കുനിച്ച് എന്ത് ചെയ്യും. കാരണം 6 ദിവസവും പ്രസംഗം വീട്ടിലില്ല. സത്യ അതാ. ചില അമ്മമാർ പ്രവചിക്കാൻ എണ്ണിക്കുമ്പോൾ അച്ഛന്മാർ തല ഉരിച്ചിരിക്കുന്ന കേട്ടിട്ട്. ഇവിടെയൊക്കെ ഈ സാക്ഷി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ സാക്ഷിയുണ്ട്. അപ്പം ഞാൻ പിന്നെ പറയുന്നതുകൊണ്ട് അച്ഛൻ തല കുനിച്ചായിരിക്കുന്നതെന്നൊക്കെ എന്ത് ചെയ്യും, ചിരിച്ചോണ്ടാ പറയുന്നതിന് എന്തില്ല, മനസ്സിലാകുന്നോ? ഈ ദൈവഹിതമില്ലാത്ത റൂട്ടിൽ സഞ്ചരിക്കുന്നതിൻ്റെ പ്രവചനം ദൈവത്തിന് വേണ്ടാന്നേ. ദൈവഹിതമില്ലാത്ത റൂട്ടിൽ പോകുന്നതിൻ്റെ പ്രസംഗം ദൈവത്തിന് വേണ്ടാന്നേ. ആത്മലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആത്മലോകത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് വിശുദ്ധിയിൽ ചലിക്കുന്ന ഒരു വ്യക്തിയിലൂടെ മാത്രമേ, വിശുദ്ധ മണ്ഡലങ്ങളിൽ കൂടെ പോകുന്ന അരാമ്യ സൈന്യം വളഞ്ഞപ്പം ദൈവദാസനെ വിളിച്ച ശാന്തനായിട്ട് ഇറങ്ങി വരിക. ശാന്തനായിട്ട്. അതാ ഈ പ്രതിസന്ധിയിൽ നമ്മുടെ മേലൊരു ശാന്തത ദൈവം തരാൻ എന്ത് ചെയ്യണം? അതൊരു ദൈവത്തിൻ്റെ ഒരു അതാ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവമക്കൾ പറഞ്ഞാട്ടെ അതാ നമുക്ക് വേണ്ടത്. നാളെ കൊടുത്തു തീർക്കാൻ 1,00,000 രൂപ ഉള്ളപ്പോഴും അകത്ത് പറയുക ദൈവം കരുതും, ദൈവം കരുതും. അടുത്ത ദിവസം കുഞ്ഞിൻ്റെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ലജ്ജിപ്പിക്കത്തില്ല. എൻ്റെ തലകോ ഷിതനാഥാനാദിയ ഒരു ആത്മീയ ശാന്തത വെളിപ്പെടുന്ന ചുറ്റും നിൽക്കുന്ന ഒരു വിരളിങ്ങനെ ചൂണ്ടി ഉദിക്കുമ്പോൾ രോമം കത്തിരിക്കുന്നതോട് വടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്നത് നാക്ക് ചലിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അതരത്തെ തുറക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ലാസറെ പുറത്തു വാ എന്നുള്ള ഒറ്റ ശബ്ദത്തിന് കല്ലറകളെ ഭേദിച്ച് ലാസർ പുറത്തു വന്നെങ്കിൽ അതേ ശക്തി വ്യാപരിക്കുന്നവനാ ക്രൂശിൽ കിടക്കുന്നത്. പക്ഷേ അവന്റെ അകത്തവൻ അറിയാ ഞാനൊരു നിയോഗത്തിലാ കിടക്കുന്നത്.
എൻ്റെ കർത്താവിന് ഇറങ്ങി വരത്തില്ലേ? നമ്മുടെ അപ്പച്ചന് ഇറങ്ങി വരത്തില്ലേ? വരാൻ പറ്റും. പക്ഷേ അപ്പച്ചൻ്റെ ഉള്ളിലുള്ള ചിന്ത, ബോധ്യം എന്താണെന്നറിയാമോ? ഞാൻ എന്തിനു വേണ്ടി വന്നോ അതാ ഇവിടെ നടക്കുന്നേ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്ന് ഞാൻ പോകുന്ന ജീവിതാനുഭവം ദൈവവാഗ്ദത്തമാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും? 90% ആൾക്കാർ പറയുന്നത് ഇത് പോരാട്ടമാണ്, ഇത് ബന്ധനമാണ്. പക്ഷേ ഒരു ദൈവദാസനായ ഞാൻ ഇന്ന് ഈ 10-ാം തീയതി ഡിസംബർ 10 നിന്നുകൊണ്ട് പറയട്ടെ, ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെല്ലാം എന്നെ ഒരു വാഗ്ദത്തത്തിലേക്ക് എത്തിക്കാൻ. യോസഫേ, നിന്റെ കാരാഗ്രഹം ഒരു പോരാട്ടമല്ല. പൊത്തിപ്പേറിന്റെ ഭവനത്തിലെ നിന്റെ നേരെ വെളിപ്പെടുന്ന ഉടബാലക സ്ത്രീ ശക്തി ഒരു പോരാട്ടമല്ല. ഈ കാരാഗ്രഹം ഒരു പോരാട്ടമല്ല. നിന്റെ വാഗ്ദത്തത്തിന് സദന ജനാദനാദനാദിയ ആടബ ശന്തനാദനാദിയ ദാവീദിനെ ഒന്ന് എടുത്തേ. ദാവീദിനെ പറയണ്ടെന്ന് ചിന്തിച്ചതാ, എങ്കിലും എൻ്റെ ഉള്ളിലോട്ട് ദാവീദ് പറയാം, എൻ്റെ അപ്പനും അമ്മയും എന്ത് ചെയ്തിരിക്കുന്നു? അപ്പം അവരുപേക്ഷിച്ചില്ലായിരുന്നേലോ. ഞാനായിരുന്നേ അപ്പൻ ഇടങ്കേടാകുമ്പോഴേ ഏതിലും എടുത്തു പോകും. ഇതാരോ പോരാട്ടം ചെയ്തതാ കേട്ടോ. അവരുടെ മോഹം എൻ്റെ നേരെ എന്ത് ചെയ്തു? തിരിഞ്ഞു. എനിക്ക് അർഹതപ്പെട്ടത് കിട്ടാതിരിക്കാൻ. ഇപ്പം എനിക്ക് രഞ്ജിത് അനിയനുണ്ട്, അവൻ ഗൾഫില്ല. ആരോ പറഞ്ഞ അനിയൻ ഏതാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്. ഈ ഞാനേ ചില നാൾ മുമ്പ് ലൈവാണെങ്കിലും ഇത് വേണം, ഒരു വീട്ടിലോട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാം, ഒരമ്മച്ചിയുടെ അടുത്തോട്ട്. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിൽ ഒരു അമ്മാമ്മ എന്നെ പിടിച്ച് ചേർത്തിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുവാ പാസ്റ്ററെ പഠിപ്പിക്കുന്നേ? ഞാൻ ചോദിച്ചു, അതെന്താ? നിങ്ങളുടെ കൂടെ വരാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മാമ്മ ഞങ്ങളോട് മിണ്ടുന്നില്ല. നേരത്തെ നല്ലതായിട്ട് മിണ്ടിക്കൊണ്ടിരുന്ന. അപ്പം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, എന്താ അമ്മച്ചി അടുത്തത്? പാസ്റ്റർ കൃപയെല്ലാം പോയോ? അവരാ ഞങ്ങൾക്കെതിരെ എന്ത് തൊഴിയുന്നേ? അവർക്ക് അതിന് സമയമുള്ളവരല്ല. അമ്മച്ചി നമ്മൾ ചിന്തിക്കുന്ന പോലെ സമയം, അവർക്ക് അതിന് സമയമില്ല. പുള്ളിക്കാരൻ ജോലിക്കാരൻ, പുള്ളിക്കാരി ജോലിക്കാരി, പിള്ളേർ പഠിക്കാൻ. അതിനിടയിൽ ഈ താന്ന് നിൽക്കുന്ന അമ്മാമ്മയ്ക്ക് വേണ്ടി പോരാടാൻ പോവും അവർ. ആരോ വിസിറ്റിങ്ങിന് കയറി നടക്കുന്നവരോട് പറഞ്ഞ പോരാട്ടം. അപ്പം ഞാൻ ചോദിച്ചത് അഴിയുമോ? അഴിയും. 7 ആഴ്ച എന്ത് ചെയ്യണം? ആ പാസ്റ്റർ വന്ന് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒരാഴ്ച ഒന്ന് കൊടുക്കാതിരുന്ന് നോക്കിയേ. ഒരാഴ്ച ഒന്ന് മനസ്സിലാകുന്നോ? ദൈവമക്കൾക്ക് ഇന്ന് പകല് വികലമായ ദൂതുകൾ കൊണ്ടും പോരാട്ടം ഇല്ലെന്നല്ല, ബന്ധനം ഇല്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, പക്ഷെ അവ്യക്തതയിൽ ഒരു തലമുറയെ ആത്മീയ ഗോളത്തിലെ ചില മണ്ഡലങ്ങൾ പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട് പിടിച്ചൊതുക്കുമ്പോൾ ഇന്ന് പകൽ എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കൂടെ ഒരു അരുമനാഥനുണ്ട്, എൻ്റെ കൂടെ ഒരു സർവശക്തനായ ദൈവമുണ്ട്. പിന്നെ വേറെ ചിലരുടെ പ്രാർത്ഥന, അപ്പാ ചേട്ടന്മാരെല്ലാം പട്ടാളത്തിലാന്നേ, അവരൊരു വിരൽ അനക്കിയ എനിക്കും പട്ടാളത്തിൽ എന്ത് ചെയ്യാം? കയറാം. കാരണം ദാവീദിൻ്റെ 3-4 ചേട്ടന്മാരെവിടാ? പട്ടാളത്തില. പക്ഷെ ഇവനെ പറഞ്ഞു വിട്ടേക്കുന്നത് എവിടാ? വനത്തി മൊത്തം ഞാനായിരുന്നേ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ചേട്ടന്മാരുടെ ഹൃദയം ഉണർത്തണേ, എൻ്റെ അപ്പൻ്റെ ഹൃദയം എന്ത് ചെയ്യണേ, എന്നെ തിരിച്ച് വീട്ടിലോട്ട് എടുക്കണേ, എനിക്ക് ആ രാജാവിൻ്റെ ഇവിടെ ഒരു ശിപ്പായി ആയിട്ടെങ്കിലും എന്ത് ചെയ്യണം, കയറണം. പക്ഷെ ദാവീദിൻ്റെ പ്രാർത്ഥന അതല്ല. ദാവീദ് ദൈവത്തോട് അടുക്കുക. കാരണം ഈ സഹോദരന്മാർ ഇവനെ ഓർത്താൽ ഒരു ചെറിയ ശിപ്പായി ആയിട്ട് ഇവൻ മാറത്തേ ഉള്ളൂ. പക്ഷെ അവൻ്റെ മേളിൽ കിടക്കുന്നത് ഇസ്രായേലിൻ്റെ രാജ്യത്വമാ. ചില ബന്ധങ്ങൾ തുറക്കാൻ നീ പ്രാർത്ഥിക്കല്ല്, ചിലതുമായി കണക്റ്റ് ആകാൻ നീ പ്രാർത്ഥിക്കരുത്. അതിനും മുകളിൽ നമ്മുടെ വിളി കിടക്കുമ്പോ, അതിനും മുകളിൽ ദൈവത്തിന്റെ പദ്ധതിയോ ചിലർ ഓർക്കാൻ പ്രാർത്ഥിക്കരുത്, ചിലര് സാമ്പത്തികമായി സഹായിക്കാൻ പ്രാർത്ഥിക്കരുത്. നിനക്ക് സ്വർഗത്തിന്റെ ഡോർ തുറക്കാൻ പ്രാർത്ഥിക്കണം.